വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ തുമ്പ് കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ചാലക്കുടി ഭാഗത്തേക്ക് രക്ഷപ്പെട്ട പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകളില്ല. മോഷ്ടാവ് സഞ്ചരിച്ച വാഹനവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എല്ലായിടങ്ങളിലും CCTV ക്യാമറകളടക്കം ഉള്ളതാണ്. എന്നിട്ടും പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യമായി തോന്നുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്? ലക്ഷ്മി, പ്രധാനമായും CCTVകളെ ആശ്രയിച്ച് തന്നെയാണ് പോലീസ് പരിശോധന നടക്കുന്നത്. ഇന്നലെ രാത്രി 10:30 വരെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു പോലീസ്. പക്ഷേ ഈ ബാങ്കിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി എനിക്ക് ഇടതുവശത്തേക്ക്, അതായത് തൃശ്ശൂർ ഭാഗത്ത് നിന്നും ചാലക്കുടി ഭാഗത്തേക്കാണ് പ്രതി രക്ഷപ്പെട്ടത്. പോട്ടയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്കാണ് പ്രതി വാഹനമോടിച്ച് രക്ഷപ്പെടുത്തത്. ഈ വാഹനമോടിച്ച് പോകുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈവശമുള്ളതും ആണ്. പക്ഷേ ഇത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതി ഏത് ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടതെന്നടക്കമുള്ള വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്കമാലി ഭാഗത്തു നിന്നുള്ളൊരു സൂചന ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഏത് ഭാഗത്തേക്കാണ് കൃത്യമായി ഇയാൾ വാഹനം ഓടിച്ച് കടന്നു കളഞ്ഞതൊന്നും ഇനിയും സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പൂർത്തീകരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി 10:30 വരെ വിവിധ സ്ക്വാഡ് അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള CCTV പരിശോധനകളാണ് നടന്നത്. അതിനുശേഷം ഇന്ന് വീണ്ടും CCTVകൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയാണ് പോലീസ് സംഘം. നിലവിലെ ഒരു സാഹചര്യത്തിൽ കാര്യമായ തുമ്പ് ഈ CCTVകൾക്കപ്പുറത്തേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഈ പ്രതി രക്ഷപ്പെട്ട വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ല. അതായത് നമ്പർ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളോടക്കം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് ലഭ്യമായ സോഴ്സുകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും അടക്കം കാര്യമായ പറയത്തക്ക ഒരു ലീഡ് ഇതുവരെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് സൈബർ സ്ക്വാഡിനെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ മറ്റ് കേന്ദ്രങ്ങളിലൂടെ കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിലെ ജീവനക്കാരുടേതടക്കമുള്ള ഫോൺ കോളുകൾ CDR കൂടി പരിശോധിക്കുന്നുണ്ട്. സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധത്തിൽ ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് അവിടെ നിന്നുള്ള. ലെവിൻ, തുടർന്നോളൂ. ലെവിൻ, തുടരാം. ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. 25 അംഗ സ്ക്വാഡാണ് ഇതിനായി രൂപീകരിച്ചിരിക്കുന്നത്. തൃശൂർ റൂറൽ എസ്പിയും അതോടൊപ്പം തന്നെ തൃശൂർ റേഞ്ച് DIGയും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്നുള്ളൊരു സൂചന പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും കൃത്യമായ തെളിവുകൾ ലഭിക്കാതെ ഏത് നിലയിലായിരിക്കും ഈ പ്രതിയെ കണ്ടെത്താനാകുക എന്നുള്ള സംശയങ്ങളാണ് വരുന്നത്. ഏതായാലും 15 ലക്ഷം രൂപ പ്രതി കവർന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി കവർന്നെടുത്ത 15 ലക്ഷം രൂപ അതിന്റെ സീരിയൽ നമ്പറുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഈ വിനിമയം ചെയ്യുന്ന നിലയിൽ പണം ഉപയോഗിച്ചാൽ അത് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ കൂടി പോലീസിനുണ്ട്. ഏതായാലും അന്വേഷണം അത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു. പോലീസിന്റെ എഫേർട്ടിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇത്രയും സമയമായിട്ടും ഈ CCTV ദൃശ്യങ്ങൾ ദേശീയപാതയോരമാണ്. ദേശീയപാതയോരം എന്ന് പറഞ്ഞാൽ നിരവധി CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടിയാണ്. അവിടെ ഇത്രയധികം CCTV അടക്കം ലഭ്യമായിട്ടും ആ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ പോലീസിന് ഈ സമയത്തിലും സാധിച്ചിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ് അമ്പരപ്പുണ്ടാക്കുന്നത്. ഇത്രയധികം CCTVകൾ ഉള്ളപ്പോൾ പട്ടാപ്പകൽ 15 ലക്ഷം രൂപ ഒരു ബാങ്കിൽ കയറി കവർന്നു പോയിട്ട് എന്തുകൊണ്ട് പിടികൂടാനാകുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു, എന്നിട്ടും പോലീസിന് ഇതിലേക്ക് കൃത്യമായ ഒരു ലീഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരമാണ്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.